എൻ്റെ പേര് ഹന്ന സക്കിയ. ഞാൻ +2 ജേർണലിസ്റ്റ് എന്നാണ് വരുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ജയിച്ചാൽ എന്തൊക്കെ വികസന ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഈ നാദാപുരം മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ള MIM ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ചതിൽ അതിന്റെ സംഘാടകരോടുള്ള നന്ദി ആദ്യമേ അറിയിക്കുക. ഇവിടെ നേരത്തെ ശ്രീ ഇസ്മയിൽ മാഷ് പറഞ്ഞവരോട് തിരുത്തുണ്ട്. ഞങ്ങൾ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളല്ല, തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മുന്നണികൾക്ക് ഭൂരിപക്ഷം കിട്ടുമ്പോൾ സ്വാഭാവികമായും ആ സമയത്താണ് ആരായിരിക്കും പ്രസിഡന്റ് എന്ന് നിശ്ചയിക്കുക. പ്രസിഡന്റ് സ്ഥാനാർത്ഥികളല്ല എന്ന് ആദ്യമേ പറയുക. തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിന്റെ കല്ലുനിര ഡിവിഷനിൽ നിന്നാണ് ഞാൻ ജനവിധി തേടുന്നത്. ഞാനിപ്പോൾ നിലവിൽ വളയം ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റാണ്. കഴിഞ്ഞ 5 വർഷക്കാലം ഈ കോഴിക്കോട് ജില്ലയിലെ തന്നെ ഒരു മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനമായി വളയം ഗ്രാമപഞ്ചായത്തിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമവും സത്യസന്ധമായിട്ടുള്ള ഇടപെടലും നടത്തിയിട്ടുണ്ട്. ഈ തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിലെ കല്ലുനിര ഡിവിഷനിൽ നിന്നും ജയിച്ചു വന്ന് തൂണേരി ബ്ലോക്ക് പഞ്ചായത്തിലെ ഒരു അംഗമായി കഴിഞ്ഞാൽ തീർച്ചയായും തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാദാപുരം മേഖലയിലെ 7 പഞ്ചായത്തുകളുടെ നിയന്ത്രിക്കുന്ന, കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ്. 7 പഞ്ചായത്തുകളെയും ഒന്നായി കണ്ടുകൊണ്ട് ചേർത്ത് നിർത്തിക്കൊണ്ട് നമ്മുടെ തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് കീഴിലെ 7 പഞ്ചായത്തുകളിലും ഏറ്റവും നല്ല നിലയിൽ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമവും ഇടപെടലും തീർച്ചയായും ഉണ്ടാകുമെന്നുള്ളതാണ് ആ ചോദ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ആദ്യമായി MIM അധികൃതരോട് നന്ദി പറയാണ്. ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയാം. ഈ നാദാപുരം മേഖല എന്ന് പറയുന്നത് ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റം നടക്കുന്ന ഒരു മേഖലയാണ്. ഹയർ തലത്തിൽ അവർക്ക് മോട്ടിവേഷൻ കൊടുക്കാനോ അവരുടെ എഡ്യൂക്കേഷൻ കൺസെപ്റ്റിനനുസരിച്ച് ഉന്നത പഠന കേന്ദ്രങ്ങളോ സംവിധാനങ്ങളോ ഈ ബ്ലോക്ക് പരിധിയിലില്ല. 1995-ൽ ഞാൻ കുന്നുമ്മൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു. അക്കാലത്ത് ഏറ്റവും പ്രാമുഖ്യം കൊടുക്കുന്നത് വിദ്യാഭ്യാസത്തിനാണ്. വിദ്യാഭ്യാസ പ്രൊജക്ട് അന്ന് ആ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന സ്കൂളുകളിൽ ബ്ലോക്ക് പഞ്ചായത്താണ് പരീക്ഷ നടത്തിയിരുന്നത്. നിങ്ങൾക്ക് ഇപ്പൊ സങ്കല്പിക്കാൻ കഴിയുന്നുണ്ട്. ക്വസ്റ്റ്യൻ പേപ്പർ വിതരണം ചെയ്ത് ഞങ്ങളാണ്. ഈ നിങ്ങളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്താനുള്ള നിരവധി പദ്ധതികൾ, കുട്ടികളുടെ സംഗമം, അധ്യാപക സംഗമം, അങ്ങനെ വൈവിധ്യമാർന്ന വിദ്യാഭ്യാസ ഇംപ്രൂവ്മെന്റിന് ആവശ്യമായ പ്രൊജക്ട് നടപ്പാക്കി അത് വിജയം കണ്ട് അവാർഡ് വാങ്ങിയ ആളാണ്. അതുകൊണ്ട് തന്നെ ഈ MIM ഉൾപ്പെടെയുള്ള ഒരു എഡ്യൂക്കേഷൻ ഹബ്ബാണ് ഈ തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത്. ഈ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിൽ വരുന്ന കുട്ടികൾക്ക് അവരുടെ പഠനം കൂടുതൽ മെച്ചപ്പെടുത്തി ഇന്റർനാഷണൽ ലെവലിലേക്ക്, ലോകോത്തര നിലവാരത്തിലേക്ക്. നിങ്ങൾ ഇവിടെ ഈ 4 ചുമരുകൾക്കിടയിൽ ഇരിക്കേണ്ടവരല്ല, നിങ്ങൾ ലോകത്തോടൊപ്പം സഞ്ചരിക്കേണ്ടവരാണ്. നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളെ മൂത്ത കുട്ടികൾ ഇന്ന് ഈ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, UK-യിലാകട്ടെ അമേരിക്കയിലാകട്ടെ മറ്റ് രാജ്യങ്ങളിൽ ജോലി ചെയ്തു വരികയാണ്. അങ്ങനെയുള്ള നിങ്ങൾക്ക് വലിയ പ്രാമുഖ്യം കൊടുക്കാൻ. അതേ സമയത്ത് ഇത് പറയുമ്പോൾ മറുവശവും പറയണല്ലോ. ഇവിടെ ഒരു ഭരണസമിതി കഴിഞ്ഞ 40-30 വർഷമായി ഈ തൂണേരി ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണ്. ഈ 30 വർഷത്തിനിടയിൽ വിദ്യാഭ്യാസ രംഗത്ത് പുരോഗതി ഉണ്ടാക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, അധോഗതി മാത്രമേ ഒരു വിദ്യാഭ്യാസ പ്രൊജക്ട് ഈ ബ്ലോക്ക് പഞ്ചായത്ത് LDF-ന്റെ നേതൃത്വത്തിൽ ഇവിടെ നടപ്പാക്കിയിട്ടുള്ള, വിജയിപ്പിച്ചിട്ടുമില്ല. കിട്ടുന്ന ഫണ്ടുകൾ 50%-ലധികം ലാപ്സായി പോവാണ്. നമ്മളെ ഫണ്ട് നമുക്ക് ലഭിക്കേണ്ടത് നിങ്ങൾ അറിയോ? ഇതൊക്കെ വസ്തുത വെച്ച് വിവരാവകാശ പ്രകാരം പറയാം. ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ നമ്മുടെ നാട്ടിന് ലഭിക്കേണ്ടിയിരുന്ന
32 കോടി 44 ലക്ഷം ഈ ബ്ലോക്ക് പഞ്ചായത്ത് ലാപ്സാക്കി കഴിഞ്ഞു. എത്ര? 32 കോടി 44 ലക്ഷം എന്ന് പറഞ്ഞാൽ ലഭിച്ച ഫണ്ടിന്റെ 54.01% ഫണ്ട് വിനിയോഗിച്ചിട്ടില്ല. എന്തൊക്കെ പദ്ധതികൾ ഇവിടെ നടത്താനുണ്ട്? നിങ്ങൾ പറഞ്ഞ ഒരു എഡ്യൂക്കേഷൻ മേഖല മാത്രമല്ല, പാവപ്പെട്ട ആളുകൾക്ക് വീട് എടുക്കാൻ PMAY എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് ഉണ്ട്. ഇവിടെ 50% പോലും അത് വിനിയോഗിച്ചിട്ടില്ല. ഇതൊരു കാർഷിക മേഖലയാണ്. കൃഷിക്ക് വേണ്ടി ഫണ്ട് ഇവിടെ ചെലവഴിച്ചിട്ടില്ല. ഇതൊരു ടൂറിസം മേഖലയാണ്. ടൂറിസത്തിന് വേണ്ടി പദ്ധതിയില്ല. ഇവിടെ വ്യാവസായിക രംഗത്ത് ഒരു വസ്തു ചെയ്തിട്ടില്ല. ആരോഗ്യരംഗം, നിങ്ങൾക്ക് നാദാ ഗവൺമെന്റ് ആശുപത്രി, വളയം ഗവൺമെന്റ് 2 ആശുപത്രികളാണ്. ഇതിന്റെ കീഴിൽ ഒരു ഹോമിയോ ആശുപത്രി. ഞാൻ 1995 ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ സമയത്ത് ഞാൻ എക്വയർ ചെയ്ത് അന്നുണ്ടാക്കിയ ഒരു പാക്കേജിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ മുഴുവൻ പുരോഗതി ഉണ്ടായത്. ഗ്രേഡ് വർദ്ധിപ്പിച്ചു തന്ന, എന്നാൽ ഗ്രേഡ് വർദ്ധിപ്പിച്ച് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം ആ ആശുപത്രിയുടെ സ്ഥിതി എന്താണ്? ആ ആശുപത്രിയിൽ മുൻകാലങ്ങളിൽ 100 കണക്കിന് പ്രസവം നടക്കാറുണ്ടായിരുന്നു. ഇപ്പൊ അവിടെ ഒരു പ്രസവം പോലും നടക്കുന്നില്ല. ഒരു ഡയാലിസിസ് സെന്റർ ആരംഭിക്കാൻ തീരുമാനിച്ചിട്ട് വർഷങ്ങളോളമായി. അവിടെ ഡയാലിസിസ് സെന്റർ ഇല്ല, പാശ്ചാത്തല സൗകര്യമില്ല, ആവശ്യത്തിന് ഡോക്ടർമാരില്ല, ഉപകരണങ്ങളില്ല, എല്ലാം ശൂന്യമാണ്. ഇതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ പ്രൊജക്ട് തയ്യാറാക്കി അത് അവതരിപ്പിച്ച് ഈ ബ്ലോക്ക് പരിധിയിൽ സമഗ്ര വിദ്യാഭ്യാസ പുരോഗതി തന്നെയാണ് UDF ലക്ഷ്യം വെക്കുന്നത്. ഞങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഈ പരിധിയിൽ വരുന്ന വിദ്യാലയങ്ങളെല്ലാം തന്നെ വിദ്യാഭ്യാസപരമായ ഉയർന്ന നിലവാരത്തിൽ എത്തിക്കുന്നതിന് ബ്ലോക്ക് പഞ്ചായത്ത് ഇടപെടും എന്ന് സാന്ദർഭികമായി പറയും.